ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് ആണ്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് 20 ഗ്രാം കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വാനില ഫ്ലേവേർഡ് കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. മാംഗോ ഫ്ലേവേർഡ് വേണമെങ്കിലും എടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് മാറ്റി വെക്കാം. പഴുത്ത മാങ്ങ 2 എണ്ണമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെള്ളവും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം. മാങ്ങ നല്ലതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു 1/4 കപ്പാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാല് ഒഴിക്കാം. മൊത്തത്തിൽ 2.25 കപ്പ് പാലാണ് വേണ്ടുന്നത്. 1/4 കപ്പ് നേരത്തെ തന്നെ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തു. ഇതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൈയെടുക്കാതെ നല്ലതുപോലെ തിളയ്ക്കുന്നിടം വരെയും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇത് 400 ml ക്യാനാണ്. ഇതിൻ്റെ പകുതി ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ ചേർക്കാം. ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം പാലിലേക്ക് ഒഴിക്കാൻ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം. കൈയെടുക്കാതെ സ്ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഈ ഒരു പരുവമാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യണം. മാത്രമല്ല കസ്റ്റർഡ് പൗഡറിൻ്റെ ചുവ മാറിയൊന്നും കൂടി ഒന്ന് നോക്കണം. സ്റ്റൗവിൽ നിന്നും മാറ്റിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തണുപ്പിക്കണം. ചെറിയൊരു ചൂട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിലുള്ളത് വേണം നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടുന്നത്. 12 സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ്. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ബ്രെഡ് സ്ലൈസസ് നിരത്താം. ഇതുപോലെ ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകൾ വശം കവറാകുന്ന രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സ് ഒഴിക്കാം. ഇതിൻ്റെ പകുതിയോളം ഒഴിച്ചു കഴിഞ്ഞു. ഒരു ലെയർ ബ്രെഡ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ബാക്കിയുള്ള കസ്റ്റർഡ് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇത് ഫ്രീസറിലാണ് വയ്ക്കുന്നത്. തയ്യാറാക്കുന്നതിന് കുറച്ച് മുമ്പ് തണുപ്പ് മാറ്റി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിക്കാം. ഈ വിപ്പിംഗ് ക്രീമിന് ചെറിയൊരു മധുരമുണ്ട്. അത് നോക്കിയിട്ട് വേണം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ.
ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. കസ്റ്റഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്യരുത്. യെല്ലോയും വൈറ്റും കൂടി അങ്ങ് മിക്സായി പോകും. തയ്യാറാക്കിയ ക്രീം മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മാങ്ങ അരിഞ്ഞു വെച്ചത് കുറച്ച് ഇടാം. ഇനി പിസ്തയാണ് വേണ്ടുന്നത്. സ്ലൈസ് ചെയ്തോ പൊടിച്ചോ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. കുറച്ച് കാഷ്യൂനട്ട് സ്ലൈസ് ചെയ്തത് കൂടി ഇടാം. കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചെറി കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കുങ്കുമപ്പൂ കൂടി ഇടാം. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 4 മുതൽ 5 മണിക്കൂർ വെക്കാം. ഇതൊരു 4 മണിക്കൂറായി കഴിഞ്ഞു. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം.